Hello everyone. Today we are going to discuss about previous year questions. അതായത് നമ്മളിപ്പോൾ കഴിഞ്ഞ UGC നെറ്റ് നവംബർ 2020 നമ്മൾ ഇതുവരെ പഠിച്ച ടോപ്പിക്സിൽ നിന്ന് TOCയുടെ ടോപ്പിക്സിൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മളിവിടെ Which of the following is true? The union of two context-free languages is context-free. The intersection of two context-free languages is context-free. The complement of a context-free language is context-free. If a language is context-free, it can be always accepted by a deterministic push-down automata. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് ട്രൂ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജിൻ്റെ പ്രോപ്പർട്ടീസ് അറിയാം. കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നോട്ട് ക്ലോസ്ഡ് അണ്ടർ ഇൻ്റർസെക്ഷൻ ആൻഡ് കോംപ്ലിമെൻറ്റ്. കോംപ്ലിമെൻറ്റിലും ഇൻ്റർസെക്ഷനിലും നോട്ട് ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബിയും സിയും ഫോൾസ് ആണ്. ദെൻ അടുത്ത ലാസ്റ്റ് ഓപ്ഷൻ, ഒരു ലാംഗ്വേജ് കോണ്ടെക്സ്റ്റ് ഫ്രീ ആണെങ്കിൽ അതിന് ഡിറ്റർമിനിസ്റ്റിക് പുഷ് ഡൗൺ ഓട്ടോമേറ്റ മാത്രമേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ എന്നുള്ളത് കറക്റ്റ് അല്ല. അതായത് അതിന് പുഷ് ഡൗൺ ഓട്ടോമേറ്റ അക്സെപ്റ്റ് ചെയ്യാം. ഇനി കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ഡിറ്റർമിനിസ്റ്റിക് ആണെങ്കിൽ അത് ഡിറ്റർമിനിസ്റ്റിക് പുഷ് ഡൗൺ ഓട്ടോമേറ്റ അക്സെപ്റ്റ് ചെയ്യും. ഇൻ കേസ് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് നോൺ ഡിറ്റർമിനിസ്റ്റിക് ആണെങ്കിൽ അത് നോൺ ഡിറ്റർമിനിസ്റ്റിക് ആയിട്ടുള്ള പുഷ് ഡൗൺ ഓട്ടോമേറ്റ ആയിരിക്കും അക്സെപ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് യൂണിയൻ ഓഫ്, അതായത് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് യൂണിയനിൽ ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ദ യൂണിയൻ ഓഫ് ടു കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് എന്ന് പറയുന്നത് എപ്പോഴും കോണ്ടെക്സ്റ്റ് ഫ്രീ ആയിരിക്കും. അതായത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. കൺസിഡർ ദ ഫോളോയിങ് ലാംഗ്വേജസ്. ഇവിടെ നമുക്ക് 3 ലാംഗ്വേജ് തന്നിട്ടുണ്ട്, L1, L2, L3. ഇതിൽ ഏതൊക്കെ ലാംഗ്വേജസ് ആണ് റെഗുലർ എന്നതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് L1 എന്നുള്ള ലാംഗ്വേജ് എടുക്കുവാണ്. അവിടെ അതെന്ന് പറയുന്നത് a⁻z സച്ച് ദാറ്റ് z is an ഇൻറ്റിജർ. ഇവിടെ ഇസഡിൻ്റെ വാല്യൂ ഒരു ഇൻറ്റിജർ ആണെങ്കിൽ L1 ഏതൊക്കെ സ്ട്രിങ്സ് ആവും നമുക്ക് നോക്കാം. പോസിബിൾ ആയിട്ടുള്ള സ്ട്രിങ്സ് എഴുതണം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടുവാണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഓരോ ലാംഗ്വേജിലും പോസിബിൾ ആയിട്ടുള്ള സ്ട്രിങ്സ് എഴുതുക. എന്നിട്ട് ആ സ്ട്രിങ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ നോക്കുക. ഇവിടെ എന്ന് പറയുന്ന ഇസഡിന് ആദ്യം 1 എന്നൊരു വാല്യൂ എടുക്കുകയാണ്. അപ്പോൾ a⁻1 എന്ന് പറഞ്ഞാൽ a ആണ്. ദെൻ ഇസഡിന് 2 എടുക്കുകയാണെങ്കിൽ a⁻2⁴, ദാറ്റ് ഈസ് a⁴. ദെൻ 3 എടുക്കുകയാണെങ്കിൽ a⁻3⁵, ദാറ്റ് ഈസ് a⁻27. അങ്ങനെ ഈ അടുത്ത വാല്യൂ എടുക്കുമ്പം a⁻4⁴. ദെൻ അടുത്ത വാല്യൂ a⁻5⁵. അപ്പം നമ്മൾ ഇതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു ലീനിയർ ഓർഡർ ആയിരിക്കത്തില്ല കിട്ടുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ലീനിയർ ഓർഡർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 2a കിട്ടുന്നത്, പിന്നെ 4a കിട്ടുന്നത്, 6a, 8a, 10a, അതെന്ന് പറയുന്ന ഒരു ലീനിയർ ഓർഡറാണ്. അപ്പോൾ അതുപോലെ ഇവിടെ L1 ഒരു ലീനിയർ ഓർഡർ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ L1 എന്നുള്ള ലാംഗ്വേജ് റെഗുലർ അല്ല. ഇനി L2ൻ്റെ കേസ് നോക്കാം. a⁻z സച്ച് ദാറ്റ് z>0. അപ്പോൾ ഇവിടെ നമ്മൾ ഇസഡിന് ആദ്യം 1 എന്നുള്ള വാല്യൂ എടുക്കുകയാണെങ്കിൽ a എന്നുള്ളൊരു സ്ട്രിങ് കിട്ടും. 2 എടുക്കുകയാണെങ്കിൽ a⁻4, 3 എടുക്കുകയാണെങ്കിൽ a⁻9, ദെൻ a⁻16, a⁻25, a⁻36, അങ്ങനെ പോകും. അവിടെ നമുക്കൊരു ലീനിയർ ഓർഡർ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ L2 എന്നുള്ള ലാംഗ്വേജും നോൺ റെഗുലറാണ്. ഇനി അടുത്ത കേസ് L3, WW സച്ച് ദാറ്റ് W ബിലോങ്സ് ടു a,B*. ഇവിടെ നമുക്ക് ആദ്യം കൊടുത്ത W തന്നെ ആയിരിക്കണം രണ്ടാമതും കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ L3 എന്നുള്ള ലാംഗ്വേജും റെഗുലർ അല്ല. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് നൺ ഓഫ് ദി എബോവ്. ഈ തന്നിരിക്കുന്ന 3 ലാംഗ്വേജസും റെഗുലർ അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് റെഗുലർ എക്സ്പ്രഷൻ. അപ്പോൾ നമുക്കിവിടെ 3 റെഗുലർ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. R = a × b + a², ദെൻ S = a × a + b അല്ല, അവിടെ പ്ലസ് ആണ് വേണ്ടത്. ദെൻ T = a*b. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് given below based on the relation between the languages generated by the regular expressions above. അപ്പം നമുക്ക് ആദ്യം ഇങ്ങനെ ഒരു റെഗുലർ എക്സ്പ്രഷൻ കിട്ടുവാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഏതൊക്കെ പോസിബിൾ ആയിട്ടുള്ള സ്ട്രിങ്സ് എഴുതാൻ പറ്റും നോക്കുക. എന്നിട്ട് ഈ സ്ട്രിങ്സ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഏതൊക്കെ പോസിബിൾ ആയിട്ടുള്ള സ്ട്രിങ്സ് ഉണ്ടെന്ന് നോക്കാം.
അപ്പോൾ ആറിലെന്ന് പറയുന്നത് ആദ്യം എ എന്നൊരു സ്ട്രിങ് പോസിബിളാണ്. ദെൻ എ ബി, എ അങ്ങനെ ഒത്തിരി സ്ട്രിങ്സ് പോസിബിളാണ്. എയുടെയും ബിയുടെയും കോമ്പിനേഷനുള്ള ഒത്തിരി സ്ട്രിങ്സ് പോസിബിളായിരിക്കും. ദെൻ എസ് എടുക്കുവാണെങ്കിൽ എ പ്ലസ് ബി ദ ഹോൾ പ്ലസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ക്ലോഷറാണ്. ദാറ്റ് മീൻസ് 1 or more. അപ്പോൾ അതുകൊണ്ട് തന്നെ എസ്സിൽ ഏതൊക്കെ സ്ട്രിങ്സ് പോസിബിളാണ്? സ്മോളസ്റ്റ് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എ എന്നായിരിക്കും, അല്ലെങ്കിൽ എ ബി. ദെൻ എ ബി എ അങ്ങനെ ഒത്തിരി പോസിബിളായിട്ടുള്ള സ്ട്രിങ്സ് നമുക്ക് എസ്സിലും എഴുതാം. ദെൻ ഇനി അടുത്ത ടി എന്നുള്ള റെഗുലർ എക്സ്പ്രഷൻ എടുക്കുവാണെങ്കിൽ അവിടെയും എ സ്റ്റാർ മീൻസ് 0 or more നമ്പർ ഓഫ് എ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എ സ്റ്റാറിന് ആദ്യം 0 എന്നുള്ള വാല്യൂ കൊടുക്കുവാണെങ്കിൽ എ ബി എന്നുള്ള സ്ട്രിങ് കിട്ടും. ദെൻ 1 കൊടുക്കുവാണെങ്കിൽ എ ബി എന്നുള്ള സ്ട്രിങ് കിട്ടും. ദെൻ 2 കൊടുക്കുവാണെങ്കിൽ എ ബി എന്നുള്ള സ്ട്രിങ് കിട്ടും. അങ്ങനെ എക്ക് ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. അപ്പം നമുക്ക് ആറിലും എസ്സിലും ടിയിലും പോസിബിളായിട്ടുള്ള സ്ട്രിങ്സ് കിട്ടി. അപ്പോൾ നമ്മളിതിൻ്റെ റിലേഷൻസ് നോക്കി കഴിയുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ആറെന്ന് പറയും, ലെറ്റ് L1 and L2 be the languages over sigma is equal to A, B, represented by the regular expressions A star plus B the whole star and A plus B the whole star respectively. Which of the following is true with respect to the two languages? അപ്പം നമുക്കിവിടെ L1ഉം L2ഉം 2 ലാംഗ്വേജസ് തന്നിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെഗുലർ എക്സ്പ്രഷൻസ് തന്നിട്ടുണ്ട്. L1ൻ്റെ റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എ സ്റ്റാർ പ്ലസ് ബി ദ ഹോൾ സ്റ്റാർ. ദെൻ L2 എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ദ ഹോൾ സ്റ്റാർ ആണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം L1ന് പോസിബിളായിട്ടുള്ള സ്ട്രിങ്സ് ഏതൊക്കെയാണെന്ന് നോക്കും. എ സ്റ്റാർ പ്ലസ് ബി ദ ഹോൾ സ്റ്റാർ ആയതുകൊണ്ട് 0 or more ആണ്. അപ്പോൾ ആദ്യം എപ്സിലോൺ എന്നൊരു സ്ട്രിങ് വരും. ദെൻ എ മാത്രമായിട്ടൊരു സ്ട്രിങ് വരും, ബി വരും, പിന്നെ എ ബി എ ബി അങ്ങനെ എയുടെയും ബിയുടെയും കോമ്പിനേഷൻസ് ഉള്ള എല്ലാ സ്ട്രിങ്സും വരും. ദെൻ അടുത്ത എക്സ്പ്രഷൻ എടുക്കുകയാണെങ്കിൽ എ പ്ലസ് ബി ദ ഹോൾ സ്റ്റാർ. അവിടെ എപ്സിലോൺ എ ബി എ അങ്ങനെ എനി കോമ്പിനേഷൻ ഓഫ് എ ആൻഡ് ബി. അതുകൊണ്ട് തന്നെ ഈ 2 സ്ട്രിങ്ങും നമ്മൾ 2 സ്ട്രിങ്ങും ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും രണ്ടും ഈക്വലാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് L1 is equal to L2, അതായത് ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് കിട്ടുവാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഏതൊക്കെ പോസിബിളായിട്ടുള്ള സ്ട്രിങ്സ് എഴുതാൻ പറ്റും എന്ന് നോക്കണം. എന്നിട്ട് ആ സ്ട്രിങ്സ് തമ്മിൽ എന്തെങ്കിലും മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഇവിടെ LR എന്ന് പറഞ്ഞാൽ റെഗുലർ ലാംഗ്വേജ്, LCF മീൻസ് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ്, L റിക്കർസീവ് മീൻസ് റിക്കർസീവ് ലാംഗ്വേജ്, LRA മീൻസ് റിക്കർസീവ്ലി എന്യൂമറബിൾ ലാംഗ്വേജ്. ഇവിടെ നമുക്ക് 2 ലിസ്റ്റ് തന്നിട്ടുണ്ട്, അതിന് കറസ്പോണ്ടിങ് ഓപ്ഷൻസും തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ലിസ്റ്റ് 2 എടുക്കുന്നു. അതിലെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ L' റിക്കർസീവ് യൂണിയൻ LRE. L' എന്ന് പറഞ്ഞാൽ കോംപ്ലിമെൻ്റാണ്, അതായത് റിക്കർസീവ് ലാംഗ്വേജിൻ്റെ കോംപ്ലിമെൻറ്റ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് റിക്കർസീവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രോപ്പർട്ടിയിലും ക്ലോസ്ഡ് ആണ്, അതായത് യൂണിയൻ, ഇൻ്റർസെക്ഷൻ, കോംപ്ലിമെൻറ്റ് അങ്ങനെയുള്ള എല്ലാ പ്രോപ്പർട്ടീസിലും റിക്കർസീവ് ലാംഗ്വേജ് ക്ലോസ്ഡ് ആണ്. അപ്പം കോംപ്ലിമെൻറ്റ് ഓഫ് റിക്കർസീവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ റിക്കർസീവ് ലാംഗ്വേജ് ആയിരിക്കും. അത് യൂണിയൻ ചെയ്യണം റിക്കർസീവ്ലി എന്യൂമറബിൾ ലാംഗ്വേജുമായിട്ട്. അപ്പോൾ നമ്മൾ യൂണിയൻ എടുക്കുമ്പോൾ ഇവിടെ ഹൈ ആയിട്ടുള്ള ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പായിട്ടുള്ളത് റിക്കർസീവ്ലി എന്യൂമറബിൾ ലാംഗ്വേജ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് റിക്കർസീവ്ലി എന്യൂമറബിൾ ലാംഗ്വേജ്. അതായത് നമ്മുടെ ഓപ്ഷൻ എ എന്ന് പറയുന്നത് 1 എന്നുള്ള ഓപ്ഷനുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആൻസർ എന്തായാലും സി ആയിരിക്കും എന്നുള്ളൊരു ഡൗട്ടുണ്ട്. ഇനി നമുക്കത് കൺഫേം ആണെങ്കിൽ മാത്രം നമ്മൾ സി ഓപ്ഷൻ ടിക്ക് ചെയ്യുക. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് L' കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് എന്ന് പറയുന്നത് കോംപ്ലിമെൻറ്റിൽ ക്ലോസ്ഡ് അല്ല. അതുകൊണ്ട് തന്നെ അപ്പം അതിന് ക്ലോസ്ഡ് ആയിട്ട് വരുന്നത് തൊട്ടടുത്ത ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജ് ആണ്. അപ്പം കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജ് യൂണിയൻ റിക്കർസീവ് ലാംഗ്വേജ്. അപ്പോൾ ഇതിൽ യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം റിക്കർസീവ് ലാംഗ്വേജ് ആണ് ഏറ്റവും ഔട്ടർ ഇതിൽ വരുന്നത്, സർക്കിളിൽ വരുന്നത്. അപ്പം റിക്കർസീവ് ലാംഗ്വേജ് ആയിരിക്കും ആൻസർ കിട്ടുന്നത്. അപ്പം ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 2 ആയിട്ടായിരിക്കും മാച്ച് ചെയ്യുന്നത്. ദെൻ അടുത്ത മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ
എൽ സ്റ്റാർ ആർ റെഗുലർ ലാംഗ്വേജിൻ്റെ ക്ലോഷർ എടുക്കുവാണെങ്കിൽ അത് റെഗുലർ തന്നെ ആയിരിക്കും. പിന്നെ റെഗുലർ കൺസിഡർ L is equal to L1 intersection L2 where L1 is equal to 0 raised to m, 1 raised to m, 2, 0 raised to n, 1 raised to n such that m, n greater than or equal to 0. Then L2 is equal to 0 raised to m, 1 raised to n, 2 raised to k such that m, n, k greater than or equal to 0. അപ്പോൾ നമുക്കിങ്ങനെ രണ്ട് ലാംഗ്വേജസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ലാംഗ്വേജിൽ ഏതൊക്കെ പോസിബിളായിട്ടുള്ള സ്ട്രിങ്സ് വരും എന്ന് നോക്കാം. അപ്പോൾ L1 പറയുന്നത് ആദ്യം 2 എന്നുള്ളൊരു സ്ട്രിങ് വരാം, 0, 1, 2 എന്നുള്ള സ്ട്രിങ് വരാം. ദെൻ 0, 1, 2 ഓക്കെ, 0, 0, 1, 1, 2 വരാം, 0, 1, 2, 0, 1 എന്നൊരു സ്ട്രിങ് വരാം, 2, 0, 0, 1, 1 എന്നുള്ള സ്ട്രിങ് വരാം. അതായത് നമ്മൾ എമ്മിനും എന്നിനും 0 തൊട്ടുള്ള വാല്യൂസ് കൊടുത്ത് നോക്കുക. അങ്ങനെ എന്നിട്ട് ആ പോസിബിളായിട്ടുള്ള സ്ട്രിങ്സ് എല്ലാം എഴുതുക. അപ്പോൾ L1 കിട്ടും. ഇനി അതുപോലെ L2നും എപ്സിലോൺ വരാം. ദെൻ 0, 1, 2 വരാം, 0, 1 വരാം, 1, 2, 0, 1, 2, 0, 0, 1, 1, 2 അങ്ങനെ ഒത്തിരി പോസിബിളായിട്ടുള്ള സ്ട്രിങ്സ് വരാം. ഇനി നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും കോമൺ സ്ട്രിങ്സ് കാണുമല്ലോ. അപ്പോൾ അതെന്ന് പറയുന്നത് 2, 0, 1, 2, 0, 0, 1, 1, 2 അതുപോലെ 0, 0, 1, 1, 2 അങ്ങനെ സ്ട്രിങ്സ് ഒക്കെ ആയിരിക്കും കോമൺ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്കതിനെ ഒരു റെഗുലർ എക്സ്പ്രഷനായിട്ട് എഴുതുവാണെങ്കിൽ നമുക്ക് 0 raised to m, 1 raised to m, 2 such that m greater than or equal to 0 അങ്ങനെ ഒരു കണ്ടീഷൻ കിട്ടും. അപ്പം ഈ കണ്ടീഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ റെഗുലർ എക്സ്പ്രഷൻ നമുക്ക് മനസ്സിലാക്കാം ഇതെന്ന് പറഞ്ഞാൽ ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആണ്. പക്ഷേ ദിസ് ഈസ് നോട്ട് എ റെഗുലർ ലാംഗ്വേജ് അല്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ കറക്റ്റ് ആൻസർ. കൺസിഡർ ബിലോ ആർ 2 സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇവിടെ നമുക്ക് 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫാൾസ് ആണോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ദ പ്രോബ്ലം ഈസ് L1 intersection L2 equal to 5 is undecidable for context sensitive languages L1 and L2. Then next statement എന്ന് പറഞ്ഞാൽ the problem is W element of L is decidable for context sensitive language L where W is a string. Then choose the correct answer കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് L1 intersection L2 equal to 5. ഇതെന്ന് പറയുന്നത് നമ്മൾ ആ ഡിസൈഡബിലിറ്റി ടേബിളിൽ പഠിച്ചിട്ടുണ്ട്. കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് L1 intersection L2 equal to 5 അൺഡിസൈഡബിൾ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മെമ്പർഷിപ്പ് പ്രോബ്ലമാണ്. കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ലാംഗ്വേജ് മെമ്പർഷിപ്പ് പ്രോബ്ലത്തിൽ ഡിസൈഡബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്സും ട്രൂ ആണ്. അതായത് ഓപ്ഷൻ എ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ let G1 and G2 be arbitrary context free languages and are an arbitrary regular language. Consider the following problems. ഇതിൽ ഏതൊക്കെ പ്രോബ്ലംസ് ആണ് അൺഡിസൈഡബിൾ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. G1 എന്ന് പറഞ്ഞാലും G2 എന്ന് പറഞ്ഞാലും കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആണ്. അതുപോലെ R എന്ന് പറഞ്ഞാൽ റെഗുലർ ലാംഗ്വേജ് ആണ്. ഈസ് L of G1 equal to L of G2. കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജിൽ ഇക്വാളിറ്റി പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അൺഡിസൈഡബിൾ ആണ്. ഇക്വാളിറ്റി പ്രോബ്ലം കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജിൽ. ദെൻ അപ്പം ഫസ്റ്റ് ഓപ്ഷൻ അൺഡിസൈഡബിൾ ആണ്. ദെൻ ഈസ് L of G2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു L of G1. ഇതും അൺഡിസൈഡബിൾ ആണ്. ദെൻ ഈസ് L of G1 ഈസ് ഈക്വൽ ടു R. അതായത് L of G1 ഈക്വൽ ടു R എന്ന് പറഞ്ഞാൽ അതും കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജിൽ അൺഡിസൈഡബിൾ ആണ്. അപ്പോൾ 3 ഓപ്ഷൻസും അൺഡിസൈഡബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ.